ഓക്കെ, സോ സി എ ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ ഫൈനൽ ലാപ്പ് എന്നുള്ള സെഷനാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്വിക്ക് സമ്മറിയില്ലേ, നിങ്ങൾ എക്സാമിന് ശ്രദ്ധിക്കേണ്ട സെക്ഷൻസ് ഏതൊക്കെയാണ്, കോട്ട് ചെയ്യേണ്ട സെക്ഷൻസ് ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്ററിലും കോർ ഏരിയാസ് ഇല്ലേ ഏതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ, അങ്ങനത്തെ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഹാഫ് ആൻ അവറിനകത്തില്ലേ പറഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ എക്സാംസ് അക്കൗണ്ട്സ് ലോ ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കും ഇത് കാണുക. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം നല്ല രീതിക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, മീൻസ് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട, കാരണം ഇല്ലേ എക്സാമിൻ്റെ ഭാഗമാണ്. അതൊക്കെ ICAയുടെ എക്സാംസ് നമ്മളിപ്പോൾ എഴുതിയതുകൊണ്ട് നമുക്ക് അറിയാം. ഓക്കെ, ചിലത് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പാസ്റ്റ് എക്സാംസിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അടുത്ത എക്സാംസിന് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫ്രഷ് സ്റ്റാർട്ട് പോലെ തന്നെ കണക്കാക്കിയിട്ട് ഈ ഒരു 1.5 days അല്ലേ നല്ല രീതിക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസിൽ നിങ്ങൾക്ക് അറിയാലോ, ഡയറക്റ്റ് ടാക്സിലാണ് വോളിയം കുറച്ചും കൂടി കൂടുതൽ വരിക. ക്ലിയർ. ഇൻഡയറക്റ്റ് ടാക്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് വോളിയം കുറവാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇൻഡയറക്റ്റ് ടാക്സിൽ മൊത്തം 15 ചാപ്റ്റേഴ്സ് അല്ലേ. 15 ചാപ്റ്റേഴ്സിൽ സ്റ്റുഡൻസ് സ്ഥിരം എൻ്റെ ലാസ്റ്റ് മിനിറ്റ് ചോദിക്കാൻ സാർ ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഒരു 4-5-6 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അനാലിസിസ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ ചാപ്റ്ററിനും 4 to 5 മാർക്സ് അല്ലേ വെയിറ്റേജ് അല്ലേ വരുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് അറിയില്ല 56 സംതിങ് മാർക്കാണല്ലോ വരിക. 56, അതായത് ഓപ്ഷൻ മാർക്ക് കഴിഞ്ഞാൽ 50 മാർക്ക്. അങ്ങനെ പോയി നോക്കുമ്പോൾ ഏകദേശം 2-3 ചാപ്റ്റർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും, ബാക്കി എല്ലാ ചാപ്റ്ററിനും 4-5 മാർക്കില്ലേ ആണ് സ്ഥിരം ചെക്ക് ചെയ്തത്. അല്ലാണ്ട് ഒരു ചാപ്റ്റർ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്ത് ഒരു അറ്റംപ്റ്റും ഇല്ല ശരിക്കും പറഞ്ഞു. അങ്ങനെ വളരെ റെയറാണ്, എന്തെങ്കിലും ഒരു ചെറിയ കണക്ഷൻ അല്ലേ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ ഫൈൻ. ഇനി ഇതിൽ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഏറ്റവും അവസാനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ, അവസാനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾ ചെറിയ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് തറവായിട്ട് പഠിച്ചു പോകുക, കാരണം അതിന് എന്തായാലും സ്ഥിരം ചോദിക്കാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഉള്ള ചാപ്റ്റർ, അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്നുള്ള ചാപ്റ്റർ അല്ലേ. ക്ലിയർ. അതിന് സ്ഥിരം ഒരു 4 to 5 മാർക്സ് അല്ലേ ചോദിക്കാറുണ്ട്. ക്ലിയർ. ഏതൊക്കെ റെക്കോർഡ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, 35 പ്രകാരം എത്ര കാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, 36 എന്നുള്ള സെക്ഷനില്ലേ, 72 months ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ എന്നുള്ള പോയിന്റില്ലേ, ആ ടോപ്പിക്സ്, ആ 2 സെക്ഷനുള്ള ചാപ്റ്റർ പറയും, 35 36. ഏജൻറ്റ് എന്തൊക്കെ ഡോക്യുമെൻറ്റ് കീപ്പ് ചെയ്യണം, ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻറ്റ് ആണെങ്കിൽ എന്തൊക്കെ കീപ്പ് ചെയ്യണം, മാനുഫാക്ചർ ആണെങ്കിൽ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഇല്ലേ അത് സെപ്പറേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങളില്ലേ ആണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത്. പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി വരും, അങ്ങനത്തെ 34 സബ്സെക്ഷൻ 35 സബ്സെക്ഷൻ 4 ഒക്കെ ഇല്ലേ. ആ ചാപ്റ്ററെ കുറിച്ച് ആദ്യം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ തീർക്കാൻ പറ്റും, അത്രയും വേണ്ട, 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ തീർക്കാൻ പറ്റും. ഓക്കെ, അത് തറവായിട്ട് പഠിക്കുക. രണ്ടാമത്തെ പഠിക്കേണ്ടതാണ് TDS TCS 51-ഉം 52-ഉം. ആ ചാപ്റ്റർ തറവായി പഠിക്കാം. ക്ലിയർ. 51 52 TDS TCS എന്നുള്ള ചാപ്റ്ററില്ലേ തറവായി പഠിക്കുക. അതിൽ 4-5 മാർക്സ് അല്ലേ റെഗുലറായി ടെസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തതാണ് ഇ-വേ ബിൽ. ഇതൊരു ഹാഫ് ആൻ അവർ മാക്സിമം എടുക്കും, മാക്സിമം അത്രേ ഉള്ളൂ. സോ ഇ-വേ ബിൽ ഇതേപോലെ ഫുൾ ഇത് ഡീറ്റെയിൽ തീർക്കുക. 138 എന്നുള്ള റൂളില്ലേ അത് എക്സാമിന് കൂട്ടിയാൽ ശ്രമിക്കുക. ഇ-വേ ബിൽ എപ്പോഴൊക്കെ വേണം, ലിമിറ്റ് എത്ര, ഏതൊക്കെ സിറ്റുവേഷനിൽ വേണ്ട, 50,000 ലിമിറ്റ് താഴെയാണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ വേണം, അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ സിറ്റുവേഷൻ. പിന്നെ അതിൻ്റെ വാലിഡിറ്റി എത്രയാണ്, ഓരോ വെഹിക്കിളിനൊക്കെ വാലിഡിറ്റി ഇല്ലേ അതിനെക്കുറിച്ച് പഠിക്കണം. അടുത്തത് ഏതൊക്കെ ഗുഡ്സിന് ഇ-വേ ബിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നില്ലേ ആ പ്രൊവിഷൻ. പിന്നെ ഇ-വേ ബില്ല് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ GST റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇ-വേ ബിൽ എടുക്കാനുള്ള ഓപ്ഷനില്ലേ എന്താവും, ഫ്രീസ് ആവും. ക്ലിയർ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇ-വേ ബിൽ എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിലായി പഠിക്കാം. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് കണക്ഷൻ വലിയ കാര്യമായിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്തതാണ് ഈ ഏരിയസ് ഒക്കെ. സോ ഇ-വേ ബിൽ ആദ്യം തീർക്കുക. പിന്നെ ഉള്ളതാണ് ടാക്സ് ഇൻവോയ്സ് ഉള്ള ചാപ്റ്റർ. ടാക്സ് ഇൻവോയ്സ് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇൻവോയ്സിങ് കോൺസെപ്റ്റ് ഇല്ലേ, ഇൻവോയ്സിങ് എന്ന സെക്ഷനൊക്കെ വരുന്നത്. ഇതും പെട്ടെന്ന് തീർക്കാൻ പറ്റും, ഇതും നോക്കിപ്പോവാം. ഒരുപാട് സ്റ്റുഡൻസിനെ പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ ഈ എക്സംഷനും റിവേഴ്സ് ചാർജൊക്കെ ഇല്ലേ അത് തറവായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ സപ്ലൈ അത് ഇരുന്ന് മിക്കവാറും എക്സംഷനും റിവേഴ്സ് ചാർജാണ്. അത് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ അതിൽ നിന്ന് 4-5 മാർക്ക് വെയിറ്റേജ് വരും, പക്ഷെ ബാക്കി ഒരുപാട് ചാപ്റ്റേഴ്സ് മിസ്സാവും. അങ്ങനെ മിസ്സാക്കരുത്. ഓക്കെ ഫൈൻ. അപ്പോൾ ടാക്സ് ഇൻവോയ്സുള്ള ചാപ്റ്റർ തീർക്കുക. പിന്നെ പേയ്മെൻറ്റ് ആൻഡ് റിട്ടേൺ ചാപ്റ്റർ ഇല്ലേ, പേയ്മെൻറ്റ് ആൻഡ് റിട്ടേൺ എന്ന ചാപ്റ്ററിൽ സെക്ഷൻ 49 ആൻഡ് സെക്ഷൻ 50 ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ സ്ഥിരം വരുന്നതാണ്. 49-ൽ തന്നെ സബ്സെക്ഷൻ 49 ക്യാപിറ്റൽ എ ഇല്ലേ അത് ചാപ്റ്റർ 1 നമ്മളോട് ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു ഏരിയ ആദ്യം ഡിസ്കസ് ചെയ്തിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേയ്മെൻറ്റ് റിട്ടേൺ എന്നുള്ള ചാപ്റ്റർ TDS TCS അക്കൗണ്ട്സ് റെക്കോർഡ്സ്. സോ ഏകദേശം പറയില്ലേ യെസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലല്ലേ. ഇപ്പോൾ റിട്ടേൺ എന്ന ചാപ്റ്ററിൻ്റെ പേര് വരിക. പിന്നെ
TDS, പേയ്മെൻറ്റ്, TDS, TCS, ഇൻവോയ്സിങ്. ഓക്കെ ഫൈൻ. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ശേഷം, ഓക്കെ ഫൈൻ, ഇത് പഠിച്ച ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈവൻ ഇൻട്രൊഡക്ഷൻ എടുത്താൽ തന്നെ മതി. ഓക്കെ ഫൈൻ. ഇനി ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് നോക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്യുന്ന 3 ഏരിയാസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് 3 പഠിച്ചിട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ പഠിക്കേണ്ട ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 246 പഴയത്, 246A പുതിയത്, GST, 366 കോൺസ്റ്റിറ്റ്യൂഷനിൽ ആൽക്കഹോളിക് ലിക്കറിനില്ലേ പറയുന്നത് 366, പിന്നെ 269A ഇൻട്രസ്റ്റേറ്റ് സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള ഏരിയ, ക്ലിയർ. ദെൻ 279A ഏതാ GST കൗൺസിൽ. ഇത്രയും ഏരിയാസ് തറവായിട്ട് പഠിക്കാം, ക്ലിയർ. അടുത്ത വരുന്ന ഏരിയ ആണ് ITCയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കാൽക്കുലേഷൻ വരുന്ന ഏരിയ. അതിൽ വരുന്ന സെക്ഷൻസ് ആണ് 49 സബ്സെക്ഷൻ 5, ക്ലോസ് BCEF ഒക്കെ വരുന്നില്ലേ, FG വരയ്ക്ക് വരുന്നുണ്ട് അല്ലേ, അതെ സോറി EF വരയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. അതേപോലെ 49 ക്യാപിറ്റൽ A ആൻഡ് B എന്നുള്ള പ്രൊവിഷനില്ലേ, ഏതാ IGSTയുടെ എക്സസ് ക്രെഡിറ്റ് വരുമ്പോൾ സിറ്റുവേഷൻ. അത് എന്തായാലും തറവായിട്ട് നോക്കി പോകാം. അത് നമ്മൾ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. IGSTയിൽ എക്സസ് ക്രെഡിറ്റ് വരികയാണെങ്കിൽ റൂൾ 88A ഫോളോ ചെയ്യണം. അതിൽ ടെൽമി ഓർമ്മയുണ്ടോ? IGSTയിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് അഗേൻസ്റ്റ് എന്തായിരുന്നു? IGST. ബാക്കി എക്സസ് ഉണ്ടെങ്കിൽ C/S ഇൻ എനി ഓർഡർ കൊടുത്തിട്ട് IGSTനെ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത ശേഷം മാത്രമേ സിയുടെ ക്രെഡിറ്റ് സിയുമായിട്ടും എസിൻ്റെ ക്രെഡിറ്റ് എസുമായി സെറ്റ് ഓഫ് ചെയ്യുന്നുള്ളൂ. ഓർമ്മയില്ലേ? യെസ്, ആ ഒരു ഏരിയ തറവായിട്ട് പഠിച്ചു പോകണം. അതെന്തായാലും മിക്കവാറും മിനിമം ക്യാഷ് ലയബിലിറ്റി കണക്കാക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഒരു സ്ഥലത്ത് പേബിൾ ഒരു സ്ഥലത്ത് എക്സസ് വരണമെങ്കിൽ ആ പ്രൊപ്പോർഷൻ മാറ്റിയിടുക, അങ്ങനെ ചെയ്യാം. ഓക്കെ ഫൈൻ. പിന്നെ വരുന്ന ഏരിയാസാണ് അതർ ടോപ്പിക്സിലൊക്കെയാണ് രജിസ്ട്രേഷൻ ലിമിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. GST ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്താണ്, ബെനിഫിറ്റ്സ് ഓഫ് GST, ക്ലിയർ. അങ്ങനെ കുറച്ച് ഏരിയാസ്. ഓക്കെ ഫൈൻ, അതൊന്ന് 1 ടൈം വായിച്ചു വെച്ചാൽ മതി. പിന്നെ നീഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ 1 അമെൻമെൻറ്റ് ആക്ട് ഒക്കെ ഇല്ലേ, അത് തിയറി ക്വസ്റ്റനായി ചോദിച്ചിട്ടുണ്ടായത് പണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ്. ഓക്കെ യെസ്. ഇനി ചാപ്റ്റർ 2 നോക്കുകയാണെങ്കിൽ ഇതിൽ നോക്കേണ്ട ഏരിയാസ് എന്ന് പറയുമ്പോൾ 2 സെക്ഷനാണ്, സെക്ഷൻ 7ഉം സെക്ഷൻ 8ഉം. സെക്ഷൻ 7 ഏതാ സെക്ഷൻ 8 ഏതാ കോമ്പോസിറ്റ് മിക്സഡ് സപ്ലൈ. സെക്ഷൻ 7 ഡീൽസ് വിത്ത് സപ്ലൈ ഡെഫിനിഷൻ അല്ലേ. സപ്ലൈയുടെ ഡെഫിനിഷനിൽ 3 സബ്സെക്ഷൻസ് ഉണ്ട്. 1, 2, 3 പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്. 3 പഠിക്കേണ്ട ആവശ്യമില്ല, 1ഉം 2ഉം പഠിക്കാനുള്ളൂ. ഈ 1ൽ തന്നെ ക്ലോസ് A ആണ് ജെൻഡർ ക്ലോസ്. ക്ലോസ് AA ഏതായിരുന്നു? മറ്റേ ക്ലബ്ബുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഇല്ലേ, ക്ലബ് ടു മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി സപ്ലൈ അണ്ടർ 71AA. 71B ഏതാ? ഇമ്പോർട്ട് ഓഫ് സർവീസിൻ്റെ പ്രൊവിഷൻ. 71C ശ്രദ്ധിക്കണം, എക്സാം സ്ഥിരം കോട്ട് ചെയ്യണം. 71C എന്തായാലും വരുന്നതാണ്. ഇതിൻ്റെ അണ്ടറിലാണ് ഷെഡ്യൂൾ 1 വരുന്നത്. പെയർ എന്നുള്ള ആക്ടിവിറ്റി ഏതായിരുന്നു? പെർമനൻറ്റ് ട്രാൻസ്ഫർ, ഏജൻറ്റ്, ഇമ്പോർട്ട് ഓഫ് സർവീസ്, റിലേറ്റഡ് പേഴ്സൺ. അതിൽ തന്നെ എംപ്ലോയർ ആണെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആണ്. ഗിഫ്റ്റ് 50,000 ലിമിറ്റ് ഒക്കെ ഇല്ലേ, ആ ഏരിയ ഒക്കെയാണ് വരുന്നതാണ്. 71C സ്ഥിരം ചോദിക്കുന്നതാണ് എക്സാമിന്. 71 ക്യാപിറ്റൽ A അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഷെഡ്യൂൾ 2 6 ആക്ടിവിറ്റി, ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്ന ക്ലാസിഫിക്കേഷനിലെ വരുന്ന ഏരിയയാണ് ഷെഡ്യൂൾ 2 ഏരിയാസ്. ഓക്കെ ഫൈൻ. 7 സബ്സെക്ഷൻ 2ൽ ക്ലോസ് A ഉണ്ട്, ക്ലോസ് B ഉണ്ട്. ക്ലോസ് Aയിൽ വരുന്നതാണ് ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3ൽ എത്ര ആക്ടിവിറ്റി ഉണ്ട്? 8 ആക്ടിവിറ്റി. ഇപ്പോൾ 6 ആയിരുന്നു, 2 പുതുതായിട്ട് വന്നു. ഞാനത് അമെൻമെൻറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു. കോ ഇൻഷുറൻസും റീ ഇൻഷുറൻസും. അത് നമ്മൾ അമെൻമെൻറ്റ് വീഡിയോ ഓൾറെഡി ഇപ്പോൾ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ചാനൽ ഉണ്ടല്ലോ, അത് നോക്കി പോകണം എല്ലാവരും നിർബന്ധമായിട്ടും. കോ ഇൻഷുറൻസ് റീ ഇൻഷുറൻസ് വരികയാണെങ്കിൽ GST വരില്ല പല സിറ്റുവേഷനിലൊന്നുമില്ലേ, ആ ഏരിയയാണ് 7 സബ്സെക്ഷൻ 2 ക്ലോസ് Aയിൽ വരുന്ന ഷെഡ്യൂൾ 3ൽ വരുന്ന ഏരിയാസ്. 7(2)Bയിൽ വരുന്നതാണ് 2 നോട്ടിഫൈഡ് സപ്ലൈ ബൈ ഗവൺമെൻറ്. ഏതൊക്കെയാണ്? ഒന്ന് ആൽക്കഹോളിക് ലിക്കർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും, പിന്നെ രണ്ടാമത്തത് ഏതാ? ഇൻട്രസ്റ്റഡ് ഫംഗ്ഷൻ ബൈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇല്ലേ, അതിനും GST വരില്ല എന്നുള്ള പ്രൊവിഷൻ, ക്ലിയർ. ഈ 2 പ്രൊവിഷനാണ്. അപ്പോൾ 8+2 ആണ് എഫക്റ്റീവ് 10 ആക്ടിവിറ്റി, നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ എന്താ സപ്ലൈ ഓഫ് സർവീസസ്. അപ്പോൾ 7(2) പോയിന്റ് വരികയാണെങ്കിൽ നിങ്ങൾ എക്സാമിന് നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസ് എന്ന് എഴുതാൻ ശ്രമിക്കുക. ഓർ ടെക്സ്റ്റ് ബുക്കിൽ നോൺ സപ്ലൈസ് ഉള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കുക, നോൺ സപ്ലൈസ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് പ്രശ്നം വരുന്നതാണ് എക്സംപ്റ്റഡ് സപ്ലൈ. അപ്പോൾ 12/17 നോട്ടിഫിക്കേഷനിൽ വരുന്നതിന് മാത്രമേ എക്സംപ്റ്റഡ് എന്ന് വിളിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ഡൊണേഷൻ റിസീവ്ഡ്. ഡൊണേഷൻ സപ്ലൈയുടെ ഡെഫിനിഷനിലേ വരുന്നില്ല, കാരണം അത് കൺസിഡറേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ എന്ന് എഴുതാം, നോട്ട് എ സപ്ലൈ എന്ന് എഴുതാം. ഗവൺമെൻറ് സബ്സിഡി നോട്ട് എ സപ്ലൈ അല്ലേ. സെയിൽ ഓഫ് ഷെയർസ് ഡിബഞ്ചേഴ്സ് എന്തല്ല, നോട്ട് എ സപ്ലൈ എന്ന് എഴുതാം. ഓക്കെ ഫൈൻ. ഇനി ആലോചിക്കൂ, ഹെൽത്ത് കെയർ സർവീസസ്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നോർമൽ
നോൺ എ സി ട്രെയിൻ സർവീസ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും അത് എക്സംപ്റ്റഡ് സപ്ലൈ നോട്ടിഫിക്കേഷൻ നമ്പർ ഏതാ 12/17. ക്ലിയർ അല്ലേ? പിന്നെ ഏതാ ലിക്കർ പ്രൊഡക്ട്സ് ഇല്ലേ, ലിക്കർ പ്രൊഡക്ട്സും പിന്നെ ENA എന്നോട് പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇല്ലേ, ENA, ആൽക്കഹോളിക് ലിക്കറിൻ്റെ റോ മെറ്റീരിയൽ വരുന്നത്, അതും ഏത് കാറ്റഗറി വരും? നോൺ ടാക്സബിൾ സപ്ലൈ തന്നെ വരും, കാരണം 9 സബ്സെക്ഷൻ 1 എന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നോൺ ടാക്സബിൾ സപ്ലൈ കാറ്റഗറി വരുന്നതാണ് ഈ ഐറ്റംസ്. പിന്നെ ഏതാ പെട്രോളിയം പ്രൊഡക്ട്സും നോൺ ടാക്സബിൾ സപ്ലൈ വരുന്നതാണ്. അപ്പോൾ ഇത് സ്ഥിരം ശ്രദ്ധിക്കുക, എഴുതുമ്പില്ലേ ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ എന്നൊരു കാറ്റഗറി 12/17. പിന്നെ ഇത് നോട്ട് എ സപ്ലൈ എന്നൊരു കാറ്റഗറി. സപ്ലൈ ഡെഫിനിഷനിൽ വന്നിട്ടില്ലെങ്കിൽ നോട്ട് എ സപ്ലൈ എന്ന് എഴുതണം. ഷെഡ്യൂൾ 3 7 സബ്സെക്ഷൻ 2 ബീത്തെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ എഴുതണം നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസസ് എന്ന് എഴുതണം. ഓക്കെ ഫൈൻ. സോ അങ്ങനത്തെ ഡിക്ലാസിഫിക്കേഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സെക്ഷൻ 8 വരികയാണെങ്കിൽ കോമ്പോസിറ്റ് മിക്സഡ് സപ്ലൈ വരികയാണെങ്കിൽ ആകെ എഴുതേണ്ട സെക്ഷൻ അതായത് 2 സബ് ക്ലോസ് 30 കോമ്പോസിറ്റ് സപ്ലൈ ഡെഫിനേഷൻ TONP ഏതൊക്കെയാണ് 4 പ്രൊവിഷൻ. 2 or more സപ്ലൈ, ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, നാച്ചുറലി ബണ്ടിൽ, പിന്നെ വൺ ഓഫ് ദം ഇസ് പ്രിൻസിപ്പൽ സപ്ലൈ. അങ്ങനെയാണെങ്കിൽ 8A പ്രകാരം കോമ്പോസിറ്റ് സപ്ലൈ ഇല്ലേ, ആ ഡെഫിനേഷൻ എഴുതുക, അത് പഠിച്ചു വയ്ക്കുക. കോമ്പോസിറ്റിൽ വരാത്തത്, കോമ്പോസിറ്റ് അല്ലെങ്കിൽ വരുന്നതാണ് 274 പ്രകാരം ഏതാ മിക്സ്ഡ് സപ്ലൈസ് അല്ലേ. അപ്പോൾ അവിടെ പറയുന്ന കണ്ടീഷൻ എന്താ, ഫോർ എ സിംഗിൾ പ്രൈസ് അല്ലേ എടുത്ത് പറയുന്നുണ്ട്, സിംഗിൾ പ്രൈസ് ആയിരിക്കണം ആൻഡ് വിച്ച് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് കോമ്പോസിറ്റ് സപ്ലൈ. ഓർമ്മയില്ലേ? യെസ്. അപ്പോൾ ആ ഒരു ഏരിയ ശ്രദ്ധിച്ച് നോക്ക്, കോമ്പോസിറ്റ് മിക്സ്ഡ് സപ്ലൈ. അതുമായി ബന്ധപ്പെട്ട് വന്ന 1-2 സർക്കുലേഴ്സും ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് റെസ്റ്റോറൻറ്റ്, സിനിമ തിയേറ്ററിൻ്റെ അകത്തുള്ള ഫുഡ്, ആ സർക്കുലർ പറയുന്ന പോയിന്റ് എന്താ, നോർമലി 2 വേറെ വേറെ കണക്കാക്കണം, വേറെ വേറെ ബില്ല് ചെയ്യണം. ഇനി ഒരുമിച്ചാണ് ചെയ്യുന്നത് ഫോർ സിംഗിൾ പ്രൈസ് ആണെങ്കിൽ അത് കോമ്പോസിറ്റ് സപ്ലൈക്ക് പോകും. പ്രിൻസിപ്പൽ സപ്ലൈ എന്താ, ഫിലിം, സിനിമ എക്സിബിഷൻ. അപ്പോൾ ഫിലിമിൻ്റെ റേറ്റാണ് എടുക്കേണ്ടത്. ക്ലിയർ? സോ ആ ഏരിയ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്തത് ചാപ്റ്റർ 3 ചാർജ് ഓഫ് GST എടുക്കുകയാണെങ്കിൽ, ചാർജ് ഓഫ് GST എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 3 ഏതാ, റിവേഴ്സ് ചാർജ് RCM. ഓക്കെ ഫൈൻ. പിന്നെ വരുന്നതാണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഏതാ, ECU, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഏരിയാസ്. പിന്നെ 10 ഏതാ, കോമ്പോസിഷൻ. റിവേഴ്സ് ചാർജ് അറിയാലോ, ഓൾമോസ്റ്റ് ഒരു 18 സർവീസസ് ആണ് റിവേഴ്സ് ചാർജ് വരിക. അപ്പം നിങ്ങളവിടെ നോക്കേണ്ടതില്ലേ, എക്സാമിന് മുന്നിൽ നോക്കി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കണ്ടീഷൻസ് ഇല്ലേ, ഞാൻ നോട്ട്ബുക്കിൽ തന്നതിലേക്ക് നോക്കിയാൽ കാണാം കണ്ടീഷൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ കണ്ടീഷൻ 1 2 3 4 4 കണ്ടീഷൻ, 2 കണ്ടീഷൻ. ആ കണ്ടീഷൻസ് ഓർത്തേക്കണം. പിന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തരുന്ന എക്സാമ്പിൾസ് ഇല്ലേ, എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെയായിരുന്നു പ്രൊവിഷൻ, ഇങ്ങനെയാണെങ്കിൽ മാറുന്നൊക്കെ. ക്ലിയർ? അപ്പോൾ ആ എക്സാമ്പിൾസും വെച്ചിട്ടൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വന്ന സ്ഥിര ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഞാൻ തന്ന എക്സാമ്പിൾസ് കണ്ടീഷനൊക്കെ ഒന്ന് ലിങ്ക് ചെയ്താൽ മതി, കിട്ടും. ക്ലിയർ? സോ റിവേഴ്സ് ചാർജ്. പിന്നെ വരുന്നതാണ് ഇപ്പോൾ റിവേഴ്സ് ചാർജ് വന്നൊരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ സ്പോൺസർഷിപ്പ് സർവീസ് ഇല്ലേ, സ്പോൺസർഷിപ്പ് സർവീസ് നമ്മുടെ ഏഷ്യാനെറ്റ് എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ ഏഷ്യാനെറ്റ് ബോഡി കോർപ്പറേറ്റ് ആണല്ലോ. സോ ഇനി മുതലുള്ള ഏഷ്യൻ ഫിലിം അവാർഡ്സിൻ്റെ ഏഷ്യാനെറ്റിന് GST അടയ്ക്കണം. സ്പോൺസർഷിപ്പിന് റിവേഴ്സ് ചാർജ് വരില്ല. സ്റ്റാർ TV ലിമിറ്റഡ് ആണെങ്കിൽ ബോഡി കോർപ്പറേറ്റ്, അപ്പോൾ അവർ അടയ്ക്കണം. പാർട്ട്ണർഷിപ്പ് ഫേമോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ മാത്രമേ റിവേഴ്സ് ചാർജ് ഉള്ളൂ, റെസിപ്പിന് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഏഷ്യാനെറ്റ് ബോഡി കോർപ്പറേറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന് ഏഷ്യാനെറ്റിന് അടയ്ക്കണം, റെസിപ്പിന് അടയ്ക്കേണ്ട ആവശ്യമില്ല. ECO ടാക്സ് അടയ്ക്കേണ്ട സിറ്റുവേഷൻ ഏതൊക്കെയായിരുന്നു, THAR, ഥാർ എന്നുള്ള സർവീസസ് അല്ലേ. T ഏതാ, ട്രാൻസ്പോർട്ടേഷൻ, H ഹൗസ് കീപ്പിംഗ്, A അക്കോമഡേഷൻ, R ഏതാ, റെസ്റ്റോറൻറ്റ് സർവീസസ്. ഇതിൽ തന്നെ ട്രാൻസ്പോർട്ടേഷനും റെസ്റ്റോറൻറ്റിലും ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല, ഓൾവേസ് ECO ഹാസ് ടു പേ. ഈ HA എന്നുള്ള കേസസ് ഇത് രണ്ടും ഇങ്ങോട്ട് വരയ്ക്കുക അല്ലേ, ഇത് രണ്ടും അങ്ങോട്ട് എന്താ, ഇതിനെപ്പോൾ മാത്രം ECO അടച്ചാൽ മതി. ഇഫ് ടേൺ ഓവർ ഓഫ് ദ സപ്ലയർ ഇസ് ലെസ് ദാൻ രജിസ്ട്രേഷൻ ലിമിറ്റ് ആണെങ്കിൽ മാത്രം ECO അടയ്ക്കണം. അല്ലാത്ത കേസിൽ വലിയ വലിയ ഹോട്ടൽസ് ആണെങ്കിൽ ഹോട്ടലിന് ടാക്സ് അടയ്ക്കില്ലേ, ECO അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. കോമ്പോസിഷൻ സ്കീം പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ച ശേഷമില്ലേ, രജിസ്ട്രേഷൻ ചാപ്റ്റർ വായിച്ച ശേഷം കോമ്പോസിഷൻ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഒരു ഓർഡറില്ലേ, നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഓർഡർ തന്നെ എടുത്താൽ മതി. കോമ്പോസിഷൻ ലാസ്റ്റിൽ പഠിച്ചാൽ മതി. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് 10 സബ്സെക്ഷൻ 1 ലിമിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. 10 സബ്സെക്ഷൻ 2 ഇന്നെലിജിബിൾ പേഴ്സൺസ് ഇല്ലേ, ഇൻട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതൊക്കെയാണ് സർവീസ് പറ്റില്ല, പക്ഷേ ലിമിറ്റിനകത്ത് ചെയ്യാം, പക്ഷേ സർവീസ് ജനറലി പറ്റില്ല. പിന്നെ ഇതൊക്കെയാണ് ECOയിലൂടെ സപ്ലൈ ഓഫ് ഗുഡ്സ് പറ്റും. ഇപ്പോൾ സർവീസ് പറ്റില്ല, പക്ഷേ ഗുഡ്സ് പറ്റും അല്ലേ. പിന്നെ ഇതാ CTP NRTPക്ക് പറ്റില്ല. അങ്ങനത്തെ 10 സബ്സെക്ഷൻ 2 ഇന്നെലിജിബിൾ പേഴ്സൺസ് റെഗുലറായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. 10 സബ്സെക്ഷൻ 3 കോമ്പോസിഷൻ സ്കീം ലാപ്സ് ആവും എപ്പോഴാണ്, ടേൺ ഓവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. എത്ര, 1.5 crores കറണ്ട് ഇയർ ടേൺ ഓവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പോസിഷൻ ലാപ്സ് ആവുന്നില്ലേ, ആ പോയിന്റ്. ക്ലിയർ? അത് പഠിക്കുക. 10 സബ്സെക്ഷൻ 4 2 categories ഓഫ് പേഴ്സൺസ് ആർ ഇന്നെലിജിബിൾ ഫോർ കോമ്പോസിഷൻ. ആരൊക്കെയാണ്, ഇന്നെലിജിബിൾ എന്നല്ല, ലിമിറ്റേഷൻസ് ഓഫ് കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് കസ്റ്റമറിന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടുമാണ് 10 സബ്സെക്ഷൻ 4. 10(5) പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, പീനൽ പ്രൊവിഷൻസ് ആണ്. എലിജിബിൾ ആയിട്ട് നിങ്ങൾ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പെനാൽറ്റി വരുന്നുള്ള പ്രൊവിഷൻ ഇല്ല, അത് എക്സാമിന് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ ഫൈൻ. സോ കോമ്പോസിഷൻ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് 10(2)(a). 10(2)(a) എപ്പോഴാണ് വരിക? സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ എത്ര ലിമിറ്റ് ഉണ്ട്? 50 lakhs ലിമിറ്റ് ഇല്ലേ? സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ 50 ലക്ഷത്തിന് ലിമിറ്റ് ഉണ്ട്. അതിന് താഴേക്ക് കോമ്പോസിഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. എത്ര റേറ്റ് ഓഫ് ടാക്സസ്? 6%. 3% CGST, 3% SGST. സോ എക്സാമിന് കോമ്പോസിഷൻ 10(1)ൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ, നോർമൽ കോമ്പോസിഷൻ ആണെങ്കിൽ നിങ്ങളില്ലേ ഇപ്പോൾ 2% ടാക്സ് ആണെങ്കിൽ 1% ഇല്ലേ, CGST 1%, SGST 1% ഇല്ലേ, അങ്ങനെ കാണിക്കണം. ഓക്കെ ഫൈൻ. സോ ഈ രീതിക്ക് പ്രസൻറ്റ് ഇപ്പോൾ ശ്രദ്ധിക്കുക. കോമ്പോസിഷൻ റേറ്റ് വരുമ്പോൾ എഫക്റ്റീവ്ലി 1% വെച്ചോളൂ. 1% ആണെങ്കിൽ 0.5 CGST, 0.5 SGST എന്നില്ലേ, അങ്ങനെ എഴുതണം. ക്ലിയർ? അങ്ങനെ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ ഇനി ചാർജ് ഓഫ് GST കഴിഞ്ഞാൽ ഇനി അടുത്തത് പ്ലേസ് ഓഫ് സപ്ലൈ. ചാർജ് ഓഫ് GST കഴിഞ്ഞാൽ പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈയിൽ ആകെ കോട്ടിയുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ്? 10ഉം 12ഉം. പ്ലേസ് ഓഫ് സപ്ലൈയിൽ 10ഉം 12ഉം. 10ൽ ഏതൊക്കെയാണ്? 1A, B, C, D ഒക്കെ ഇല്ലേ, അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അതിൽ 10(1)(c)(a) എന്നുള്ള പുതിയ സെക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അൺരജിസ്റ്റേർഡ് പേഴ്സണാണ് വിൽക്കുന്നെങ്കിൽ അയാളുടെ അഡ്രസ്സ് പ്രകാരമുള്ള സ്ഥലമില്ലേ, എവിടെയാണോ അയാളുടെ അഡ്രസ്സ് അവൈലബിൾ ആണെങ്കിൽ അയാളുടെ ലൊക്കേഷനിലായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. നോർമൽ B2C കേസൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഏതൊക്കെയും ലൊക്കേഷൻ ഓഫ് സപ്ലയറിന് വരും. 12 ഇതൊക്കെയാണ്? സർവീസസിൻ്റെ ടൈം ഓഫ് സപ്ലൈസ് വരുന്നുണ്ട്. അതിൽ 12ൽ സ്ഥിരം ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാടുണ്ടെങ്കിലും സ്ഥിരം ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ ശ്രദ്ധിക്കുക. 12 സബ്സെക്ഷൻ 3 ഏതാ? ഇമ്മൂവ് പ്രോപ്പർട്ടി. 4 റെസ്റ്റോറൻറ്റ്. 5 ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടില്ലേ. 6ഉം 7ഉം അങ്ങനെ ചോദിക്കാൻ, 6 അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. 7 വിട്ടേക്ക്. 7 ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇല്ലേ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അത് സ്ഥിരം ചോദിക്കുന്നതാണ്. 7 എന്തായാലും പഠിച്ചു പോകുക. ക്ലിയർ? 8 ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. 9 പാസഞ്ചർ. ക്ലിയർ? പിന്നെ സർവീസസ്, ഓൺ ബോർഡ്, കൺവെയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. ക്ലിയർ? സോ ഇതിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 3 എന്തായാലും പഠിക്കുക. 7 ഒക്കെ എന്തായാലും സ്ഥിരം ചോദിക്കുന്നതാണ് 7. പിന്നെ ഗുഡ്സ് സർവീസിലൊക്കെ സെയിം പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. സോ 12ൻ്റെ സെക്ഷൻസ് എന്തായാലും നോക്കിയപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ. എക്സംഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഈ പറയുന്ന എക്സംഷൻസിൽ ഉപയോഗിച്ച കീവേഡ്സ് എഴുതിക്കുക. എപ്പോഴും കുറച്ച് ഡെഫിനിഷൻസ് ആണ് എക്സാമിൽ ചോദിക്കുക. ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഡെഫിനിഷൻ. ആ ഡെഫിനിഷനിൽ കവേർഡ് ആണോ അല്ലയോ എന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റൻ. എക്സാമിൽ ഡെഫിനിഷനായി ചോദിക്കാൻ ചാൻസ് കുറവാണ്. ചോദിച്ചിട്ട് ഡ്യൂറേഷൻ. ചാരിറ്റബിൾ ആക്ടിവിറ്റി എന്നൊരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ, അതിൻ്റെ ഡെഫിനിഷൻ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 പോയിന്റ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര കാറ്റഗറി ഉണ്ട്? 3 കാറ്റഗറി. ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്ര ആക്ടിവിറ്റി ഉണ്ട്? 4. ചാരിറ്റബിൾ ആക്ടിവിറ്റീസിൻ്റെ ഡെഫിനിഷനിൽ 4 ഉണ്ട്. ഹെൽത്ത് കെയർ സർവീസ് ഡെഫിനിഷനില്ലേ, അതിൽ കുറച്ച് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻസ് പഠിക്കാണ്ട്. ക്ലിയർ? പിന്നെ പഠിക്കാനുള്ള ഡെഫിനിഷൻ എന്ന് പറയാനുള്ളത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, AP അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ ഡെഫിനിഷൻ. ക്ലിയർ? പിന്നെ ഡെഫിനിഷൻസ് ആയിട്ടില്ല, ഓരോ സിറ്റുവേഷനിൽ വരുമോ ഇല്ലയോ എന്നൊക്കെ ഇല്ലേ, ആണ് പഠിക്കാനുള്ളത്. പിന്നെ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ ആണെങ്കിൽ 7500 ലിമിറ്റ് ഉണ്ട് അല്ലേ. പിന്നെ അതൊക്കെ ലിമിറ്റ് വരുന്ന കേസസ് 500 രൂപ എൻട്രി ഫീസ് വരുന്ന കാര്യം അറിയാം. 1.5 ലക്ഷത്തിൻ്റെ ആർട്ടിസ്റ്റിക് പെർഫോമൻസ്, അതിനൊക്കെ കുറച്ച് ലിമിറ്റ് വരുന്ന എക്സംഷൻസ് ഇല്ലേ, ഉണ്ട്. ക്ലിയർ? സോ അതും ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. ഇനി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തവണ വന്നാണല്ലോ പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ്, അങ്ങനത്തെ ഇഷ്യൂ ചെയ്യുന്ന റെയിൽവേ ഇഷ്യൂ ചെയ്യുന്ന ആക്ടിവിറ്റീസിനൊക്കെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ റിവേഴ്സ് ചാർജിൻ്റെ ചാർജ് ഓഫ് GST ചാപ്റ്ററിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. അടുത്തത് ചാർജ് ഓഫ് GST കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്ലേസ് ഓഫ് സപ്ലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എക്സംഷൻസ് കഴിഞ്ഞ് ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ സിമ്പിളാണ്. 2 സെക്ഷനേ ഉള്ളൂ. ഏതൊക്കെയാണ്? 12ഉം 13ഉം. 12 ഗുഡ്സ്, 13 അതാ സർവീസ്. 1 മുതൽ 6 വരെയുള്ള സബ്സെക്ഷൻസ് ഇല്ലേ, സെയിം ആണ്. ക്ലിയർ? സോ അത് ഒന്ന് നോക്കിയാൽ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഗുഡ്സ് ആണെങ്കിൽ അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ GST വരില്ല എന്നല്ലേ. അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ GST വരില്ല. 12(2)(a) എന്നുള്ള സെക്ഷൻ റിലവൻ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. റിലവൻ്റ് അല്ല വെച്ചാൽ ഇൻവോയ്സ് ഓർ റിമൂവൽ മാത്രം നോക്കിയാൽ മതി. ഏത് റിലവൻ്റ് അല്ല? അഡ്വാൻസ് പേയ്മെൻറ്റ് ഇസ് നോട്ട് റിലവൻറ്റ് ഇൻ കേസ് ഓഫ് ഗുഡ്സ് അല്ലേ, അത് ഓർത്ത് വയ്ക്കുക. പക്ഷേ സർവീസിനാണ് അഡ്വാൻസ് കിട്ടിയെങ്കിൽ യു ഹവ് ടു പേ GST ആസ് പെർ 13(2). യെസ്. പിന്നെ ഇത് തവണ വന്ന 13 സബ്സെക്ഷൻ 3ൽ റിവേഴ്സ് ചാർജിൻ്റെ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് 13(3)ൽ. അത് ഞാൻ ആ അമെൻമെൻറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. 3 ഫാക്ടേഴ്സ് ആക്കി. 60 ഡേയ്സിനകത്ത് പേയ്മെൻറ്റ് കൊടുത്താൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ 61st ഡേ എന്നുള്ളതല്ലേ, അതിൽ RCM ഇൻവോയ്സിൻ്റെ കോൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.
31(3)(f). അത് നമ്മൾ RTPയുടെ വീഡിയോസും അമെൻമെൻറ്റ് വീഡിയോസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയി കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ 12ഉം 13ഉം ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത് 14 പഠിക്കാനില്ല. അടുത്താണ് വാല്യൂ ഓഫ് സപ്ലൈ. ഈ വാല്യൂ ഓഫ് സപ്ലൈയിൽ പഠിക്കാനുള്ള 3 സെക്ഷൻസേ ഉള്ളൂ. ഏതൊക്കെയാണ്? 15(1) ട്രാൻസാക്ഷൻ വാല്യൂ, 15(2) ഇൻക്ലൂഷൻസ്, 15(3) എക്സ്ക്ലൂഷൻ, അതായത് ഡിസ്കൗണ്ട്. ട്രാൻസാക്ഷൻ വാല്യൂ 2 കണ്ടീഷൻ: ബയർ ആൻഡ് സെല്ലർ ഷുഡ് ബി അൺറിലേറ്റഡ്, പ്രൈസ് ഇസ് എ സോൾ കൺസിഡറേഷൻ. ഓക്കെ, 15 സബ്സെക്ഷൻ 2 ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെയായിരുന്നു? ഒന്ന്, എ മുതൽ ഇ വരയ്ക്കുള്ള ഇൻക്ലൂഷൻസ്. എ ഏതായിരുന്നു? എനി ടാക്സസ് അതർ ദാൻ GST ഹാസ് ടു ബി ഇൻക്ലൂഡഡ്, അല്ലേ? പക്ഷേ അതിൽ തന്നെ TCS ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബി, ഓൺ ബിഹാഫ് ഓഫ് സപ്ലയർ റെസിപ്പിയൻറ്റ് ഇസ് മേക്കിംഗ് ദ പേയ്മെൻറ്റ്, അല്ലേ? സി, ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ സപ്ലയർ വിച്ച് ഇസ് റിക്കവേർഡ് ഫ്രം റെസിപ്പിയൻറ്റ്. ഡി, ഡിലേഡ് പേയ്മെൻറ്റിൽ വരുന്ന കൺസിഡറേഷനിൽ വരുന്ന ചാർജസ് ഏതൊക്കെയായിരുന്നു? ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൾട്ടി പോലത്തൊക്കെ. ഇ, സബ്സിഡി അതർ ദാൻ ഗവൺമെൻറ് സബ്സിഡി വിച്ച് ഇസ് ഡയറക്ട്ലി ലിങ്ക് ടു പ്രൈസ്. അത് ശ്രദ്ധിക്കണം. പ്രൈസ് കുറച്ചാൽ എന്നുള്ള കണ്ടീഷനിൽ അതുണ്ടാവണം. വോളണ്ടറി ആയിട്ട് കിട്ടിയിരിക്കുന്ന സബ്സിഡിക്ക് ആണെങ്കിൽ അതിന് GST അടക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എക്സാമിൽ സ്ഥിരം വരുന്നൊരു ഏരിയയാണ് സെയിൽ ഓഫ് ഗുഡ്സ്. ഇല്ലേ? സെയിൽ ഓഫ് ഗുഡ്സ് നടന്നു. മാർക്കറ്റ് പ്രൈസ് 1 lakh, ട്രാൻസാക്ഷൻ വാല്യൂ ഇസ് 80,000. അതായത് 1 ലക്ഷം സാധനമാണ്, പക്ഷേ നിങ്ങൾ 80,000 വിറ്റു. അൺറിലേറ്റഡ് പാർട്ടിക്കാണ് വിറ്റതെങ്കിൽ 80,000 മാത്രമേ മേടിച്ചുള്ളൂ. അൺറിലേറ്റഡ് പാർട്ടിക്കാണ് മേടിച്ചെങ്കിൽ നിങ്ങൾ ഓൾവേസ് നോക്കേണ്ട ഫാക്ടർ ട്രാൻസാക്ഷൻ വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ റിലവൻ്റ് അല്ല. പക്ഷേ റിലേറ്റഡ് പാർട്ടിക്ക് വിറ്റാൽ ഏത് എടുക്കണം? മാർക്കറ്റ് വാല്യൂ എടുക്കണം. പക്ഷേ അൺറിലേറ്റഡ് പാർട്ടിക്ക് വിറ്റാൽ മാർക്കറ്റ് വാല്യൂ ജനറലി റിലവൻ്റ് അല്ല. ഓക്കെ, യെസ്. അപ്പോൾ ആ പോയിന്റ് ശ്രദ്ധിക്കാം. ടൈം, വാല്യൂ, പ്ലേസ്, 3 ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ രജിസ്ട്രേഷനിൽ 22 മുതൽ സെക്ഷൻ 30 വരയ്ക്കില്ലേ ഉള്ള ഏരിയാസിൽ എപ്പോഴും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് 2 സബ് ക്ലോസ് 6 ഏതാ? അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡെഫിനേഷൻ. അതെന്തായാലും ബൈ ഹാർട്ട് ചെയ്തു. ബട്ട് 4 ഇൻക്ലൂഷൻസും 2 എക്സ്ക്ലൂഷൻസും അഗ്രിഗേറ്റ് ടേൺ ഓവർ. പിന്നെ 20 lakhs 40 lakhs പറയുന്ന സെക്ഷൻ ഏതാ? നോട്ടിഫിക്കേഷൻ 10/17 40 lakhs ലിമിറ്റ് പറയുന്ന ഏരിയാസ്. ഓക്കെ, ഫൈൻ. പിന്നെ ഏജൻറ്റിൻ്റെ ടേൺ ഓവർ കൗണ്ട് ചെയ്യുമ്പോൾ സപ്ലൈ മെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ. 24 കമ്പൽസറി രജിസ്ട്രേഷൻ. അത് തിയറി ക്വസ്റ്റ്യനായിട്ടും വരാം. കമ്പൽസറി രജിസ്ട്രേഷൻ ഒരു കുറച്ച് കാറ്റഗറീസ് ഇല്ലേ? ആക്ച്വലി 10-11 കാറ്റഗറി വരും. 11 കാറ്റഗറി ഏകദേശം എഫക്റ്റീവ്ലി വരും. ഇത് പഠിച്ചു. 25 പ്രൊസീജിയേഴ്സ്. 26 ഡീംഡ് രജിസ്ട്രേഷനുള്ള കോൺസെപ്റ്റാണ് വലിയ കാര്യമായിട്ട് പഠിക്കേണ്ടത്. 27 CTP NRTP അതെന്തായാലും നോക്കിയിട്ട് പോവുക. 28 അമെൻമെൻറ്റ്, കോർ ഫീൽഡ്, നോൺ കോർ ഫീൽഡ്, ആ ഏരിയാസ് നോക്കണം. 29 ക്യാൻസലേഷനിൽ ഓഫീസറിന് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമില്ലേ? 29 സബ്സെക്ഷൻ 2 5 കേസില്ലേ? ഫ്രോഡ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ വരുന്ന കേസില്ലേ? അതൊരു 2-3 അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഓർമ്മ ശരി 2-3 അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതേ സെയിം ക്വസ്റ്റ്യൻ 29 സബ്സെക്ഷൻ 2. അപ്പോൾ അതെന്തായാലും മിസ്സാക്കാതിരിക്കുക. കാരണം ഇനിയും ICക്ക് ചോദിക്കാൻ തോന്നിയാൽ അതൊന്ന് സിമ്പിളായി സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന 29 സബ്സെക്ഷൻ 4 കാര്യമായിട്ട് പഠിക്കില്ല, ഡീംഡ് ആണ്. 29 സബ്സെക്ഷൻ 5 ബിസിനസ് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ ഈ എടുത്ത ക്രെഡിറ്റ്സ് അല്ലേ, സ്റ്റോക്കും ക്യാപിറ്റൽ ഗുഡ്സ് എടുത്ത ക്രെഡിറ്റ് എന്ത് ചെയ്യണം? തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഗവൺമെൻറ് അടയ്ക്കണ്ടേ? ആയിരിക്കും. 30 റിവോക്കേഷനാണ്. റിവോക്കേഷനിൽ ഇത്തവണ മാറ്റാന്ന് വെച്ചാൽ റിവോക്കേഷൻ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എത്ര സമയമുണ്ട്? 90 ഡേയ്സിനകത്ത് അപ്ലൈ ചെയ്യാം. ഓർ എക്സ്റ്റൻഷൻ മേടിക്കാം. എത്ര? 180 ഡേയ്സ്. ക്ലിയർ. സോ ഇപ്പോൾ ഇത് 90 + 180 എന്നുള്ള ഡേറ്റ്സാണ് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് റിവോക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് വരുന്നത്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ചാപ്റ്റർ വരുന്നത് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉള്ള ചാപ്റ്ററിൽ 3 സെക്ഷൻസാണ് വരുന്നത്. 16, 17, 18. 16 4 സബ്സെക്ഷൻസ്. ക്ലിയർ. ഏതൊക്കെയാണ്? ഒന്ന് ITC ക്ലെയിം ചെയ്യണമെങ്കിൽ ജനറൽ കണ്ടീഷൻ 16(1), 16(2) ഏതായത് PR എന്നുള്ള 4 കണ്ടീഷൻ. പൊസഷൻ ഓഫ് ടാക്സ് ഇൻവോയ്സ്, പിന്നെ എന്തൊക്കെയാണ്? ഗുഡ്സ് ആർ റിസീവ്ഡ് എന്നുള്ള കാറ്റഗറിയില്ലേ ആകുന്നുള്ളത്. പിന്നെന്താ? വീണ്ടും പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ടു ഗവൺമെൻറ്. 4ാമത്തത് റിട്ടേൺ ഇസ് ഫൈൽഡ് ബൈ റെസിപ്പിയൻറ്റ്. 16 സബ്സെക്ഷൻ 3 അല്ല 16 സബ്സെക്ഷൻ 2ൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതാണ് ഈ 180 ഡേയ്സിനകത്ത് പേയ്മെൻറ്റ് കൊടുക്കുന്നില്ലേ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ RTP ഉണ്ടായിരുന്നു. 180 ഡേയ്സിനകത്ത് പൈസ കൊടുക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. പക്ഷേ റിവേഴ്സ് ചാർജ് ആണെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തന്നെ ബ്രാഞ്ച് ഹെഡ് ഓഫീസ് ആണെങ്കിൽ ഈ 180 ഡേയ്സിൻ്റെ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഡൽഹിയിൽ നിന്ന് കൊച്ചിക്ക് അയച്ചു, GST അടച്ചു. കൊച്ചി ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് 180 ഡേയ്സിൽ പൈസ കൊടുത്താലേ ക്രെഡിറ്റ് കിട്ടുള്ളൂന്നില്ലേ? ആ കണ്ടീഷൻ ഇല്ല. വേറെ തേർഡ് പാർട്ടിയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ 180 ഡേയ്സിൽ പൈസ കൊടുത്തിരിക്കണം. ആ കണ്ടീഷൻ ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സ് തമ്മിലില്ല. ഏജൻറ്റ് പ്രിൻസിപ്പൽ കാറ്റഗറിയിലും ഇല്ല. ക്ലിയർ. സോ അത് നോക്കി വയ്ക്കാം.
17 മെയിനായിട്ട് പഠിക്കാനില്ലേ, 17 1ഉം 2ഉം പ്രപ്പോർഷൻ എടുക്കണം എന്നൊക്കെ പറയുള്ളൂ. 3 പഠിക്കാനില്ല, 4 ഇല്ല, 5 വന്നിട്ടുണ്ട്. ഏതാ? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. അതെന്തായാലും പഠിക്കണം. 17 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്തായാലും നോക്കിയിട്ട് പോകണം. സ്ഥിരം ചോദിക്കുന്നതാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. അത് നമ്മൾ FA എന്നുള്ള പുതിയ സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു കഴിഞ്ഞ തവണ പാൻ മേടിക്കുന്ന എക്സാമ്പിൾ ഏതായിരുന്നു? CSR ആക്ടിവിറ്റി. അതിനും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 18 6 സബ്സെക്ഷനിൽ 1 ഏതായിരുന്നു? പഴയ ക്രെഡിറ്റ്സ് ക്രെഡിറ്റ് ക്ലെയിം പറ്റുന്നത്. ഇപ്പോൾ ടേൺ ഓവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ടേൺ ഓവർ 40 lakh ക്രോസ് കഴിഞ്ഞാൽ യു ഹാവ് ടു മേക്ക് എൻ അപ്ലിക്കേഷൻ വിത്തിൻ 30 days ആണെങ്കിൽ സ്റ്റോക്കിൻ്റെ ITC ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ് ഷുഡ് ബി പർച്ചേസ് വിത്തിൻ 1 year. അടുത്തത് വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാണോ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതിൻ്റെ തലേദിവസം ക്രെഡിറ്റ് ഇല്ലേ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കുന്നോ അതിൻ്റെ തലേദിവസം ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ലേ? പഠിക്കാനുള്ളത്. വാട്ട് അബൌട്ട് കോമ്പോസിഷൻ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് നോർമൽ സ്കീമിലേക്ക് മാറുകയാണെങ്കിലും പഴയ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. സ്റ്റോക്കും കിട്ടും, ക്യാപിറ്റൽ ഗുഡ്സും കിട്ടും. പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സ് കുറയും. എത്ര? 5% പെർ ക്വാർട്ടർ അല്ലേ? കുറയും അല്ലേ? പിന്നെ അടുത്ത സെക്ഷൻ ഏതായിരുന്നു? 18 സബ്സെക്ഷൻ ക്ലോസ് ഡിയിൽ പറയുന്ന എക്സംപ്റ്റഡ് ഗുഡ്സ് എന്താവുന്നു? ടാക്സബിൾ ആവും. പക്ഷെ ഇതിലൊക്കെ 18 സബ്സെക്ഷൻ 2 ഉണ്ട്. ലിമിറ്റ് ഉണ്ട്. എത്രയും 1 year. 1 year ടൈം ലിമിറ്റ് ഉണ്ട്. ഓക്കെ ഫൈൻ. 18(2) പിന്നെന്താ? ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അല്ലേ? ഒരു അച്ഛൻ മകൻ അല്ലെങ്കിൽ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പഴയാളുടെ ക്രെഡിറ്റ് ഉണ്ടാവും, പുതിയ ആൾക്ക് ട്രാൻസ്ഫർ ആവും. 18(4) തിരിച്ചുള്ള കോമ്പോസ് ടാക്സബിൾ എക്സംപ്റ്റഡ് ആവുന്നു. അല്ലെങ്കിൽ നോർമൽ സ്കീമിൽ നിന്ന് കോമ്പോസിഷനിൽ മാറണമെങ്കിൽ എടുത്ത ക്രെഡിറ്റ് ഒക്കെ നമ്മൾ റിവേഴ്സ് ചെയ്യണ്ടേ? അതാണ് 18(4). അവിടെ 60 months ഉള്ള കോൺസെപ്റ്റ് ഉണ്ടോ? 5% പെർ ക്വാർട്ടർ അല്ല, 60 months ഉള്ള കോൺസെപ്റ്റാണ് ഓർത്ത് വയ്ക്കുക. റിവേഴ്സിബിൾ. 18(5) പഠിക്കാല്ലേ? 18(6) പ്ലാന്റ് ആൻഡ് മെഷീനറി വിൽക്കുമ്പോൾ 5% പെർ ക്വാർട്ടർ പ്രകാരം കുറച്ചിട്ടുള്ള വാല്യൂ ഓർ ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ദർ ക്യാപിറ്റൽ ഗുഡ്സ് വിച്ച് എവർ ഇസ് ഹയർ GST അടയ്ക്കണം. ക്ലിയർ. സോ ITC ഉള്ള ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ടാക്സ് ഇൻവോയ്സ്, അക്കൗണ്ട്സ്, റെക്കോർഡ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ക്ലിയർ. ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഒക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എപ്പോഴും നിങ്ങളില്ലേ ഏറ്റവും ബെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് പഠിക്കുക. പിന്നെ ഇതൊക്കെയാണ് TDS TCS പഠിക്കുക. പിന്നെ E-way ബില്ല് പഠിക്കുക. കാരണം അതൊരു ബേസിക് ഐഡിയ പഴയതുണ്ടല്ലോ. പഴയത് കുറച്ച് കണക്ഷനൊക്കെ വരും, പഴയത് കുറച്ച് ഐഡിയ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠിച്ച ശേഷം എന്തോ ഞാൻ പറയും 10 ശേഷമുള്ള ചാപ്റ്റേഴ്സ് അല്ലേ? 10 ശേഷമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 15 to 20 മാർക്കിൽ 15 മാർക്ക് എന്തായാലും സെക്യൂർ ചെയ്യാം. സ്ഥിരം ഉറപ്പാണ്. 15 മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ 35 മാർക്കിലേക്കാണ് ഈ ഏരിയാസിൽ. ഇതാണ് വൈഡ് ഏരിയാസ്. ഏതാ? ഈ 9 ചാപ്റ്റേഴ്സ്. അപ്പോൾ 6 പഠിച്ചാൽ തന്നെ ഏകദേശം 15 20 മാർക്കിന് അടുത്തില്ലേ ചിലപ്പോൾ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിലത്തെ ചാപ്റ്റേഴ്സ് ഇല്ലേ, അതിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ എക്സംഷനൊക്കെ ഏറ്റവും അവസാനം ഒന്ന് ഓടിച്ചു പോയാൽ മതി കേട്ടോ. കാരണം എക്സംഷൻസിലൊക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ആൻസർ പ്രസൻറ്റ് ചെയ്യുക. ആൻസർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇല്ലേ നിങ്ങളെപ്പോഴും കീവേഡ് എഴുതാൻ ശ്രമിക്കുക. ഒരുപാട് പിള്ളേർ ചോദിക്കേണ്ട സാർ ടെക്സ്റ്റ് ബുക്കിൽ അതേ വാക്കിൽ അതുപോലെ ഫുൾ എഴുതണം നിർബന്ധമില്ല. ആദ്യത്തെ കീവേഡ്സിൽ 1-2 കീവേഡ്സ് ഒക്കെ ഉണ്ടാവില്ല. ആ വേർഡ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്ലിയർ. നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ ശ്രദ്ധിക്കേണ്ടത്, ആ കീവേഡ് അതുപോലെ തന്നെ ഇല്ലേ എഴുതാൻ നിർബന്ധമില്ല. അതായത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. അതുപോലെ ഫുൾ പാരഗ്രാഫ് ഇല്ലേ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരയ്ക്കില്ലേ ആസ് പെർ പ്രൊവിഷൻ കൊണ്ടില്ലേ ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ പറ്റില്ല, ഇമ്പോസിബിൾ ആണ്. ഓപ്പൺ ബുക്ക് എക്സാമിനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് എക്സാമിന് ഫോർ കീവേഡ്, ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, റിയറിംഗ് ഓഫ് അനിമൽസ് ഇല്ലേ ഇസ് ഇൻക്ലൂഡ് ആണ് ഡെഫിനേഷൻ ഓഫ് അനിമൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അങ്ങനെ എഴുതി പോയാൽ മതി. അല്ലാതെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ മൊത്തം ഡെഫിനേഷൻ ഇല്ലേ അത് എഴുതേണ്ട ആവശ്യം വരില്ല. ക്ലിയർ. സോ എപ്പോഴും ആ കീവേഡ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, കീവേഡ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഇല്ലേ അതൊക്കെ പ്രകാരം നോട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, പിന്നെ എക്സാമിന് കൺക്ലൂഷൻസ് എഴുതുമ്പോൾ വ്യക്തമായിട്ട് എഴുതണം. ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് മാത്രം എഴുതിയാൽ പോരാ. ഹെൻസ് എക്സ് ലിമിറ്റഡ് ബീങ് എ ബോഡി കോർപ്പറേറ്റ് ഇസ് ലയബിൾ ടു പേ GST അണ്ടർ റിവേഴ്സ് ചാർജ് നോട്ടിഫിക്കേഷൻ നമ്പർ 13/17. അങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. ടാക്സബിൾ എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ല, മാർക്ക് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ എക്സംപ്റ്റഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ട ചോദ്യം വെച്ചോളൂ. പക്ഷെ അത് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, സ്റ്റോറേജ് ഓഫ് ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി. സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസസ് എക്സംപ്റ്റഡ് നോട്ടിഫിക്കേഷൻ നമ്പർ 12%. പക്ഷേ ടീ ആൻഡ് കോഫി എന്തെല്ലാം പ്രോസസ്ഡ് ആയതുകൊണ്ട് ടാക്സ് വരും, ശരിയല്ലേ? അതേപോലെ പ്രോസസ്സിങ് ഓഫ് ഷുഗർ കെയിൻ ടു ജാഗ്രി എന്താവും, ശർക്കരയ്ക്ക് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ചേഞ്ച് ഇൻ എസെൻഷ്യൽ ക്യാരക്ടർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ടാക്സബിലിറ്റി വരുന്നില്ലേ. അങ്ങനെ എഴുതാം. ഓക്കെ, സോ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. സോ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതാം. മാക്സിമം അല്ലേ കവറേജ് ശ്രദ്ധിക്കുക. നിങ്ങളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചാപ്റ്റേഴ്സില്ലേ കവർ ചെയ്യാം. ഓക്കെ, ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നോക്കുക.
ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു.